പ്രശസ്തനായ ഒരു യുവ ചലച്ചിത്ര ഗാന രചയിതാവ് ആദ്യമായി കവിതാപുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ ആ പുസ്തകം ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളെ കവിതകളായി തന്നെയാണോ നാം വായിക്കേണ്ടത്, അതോ അദ്ദേഹം വരികൾ എഴുതിയ ഗാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടാണോ? പ്രശസ്ത ഗാനരചയിതാവ് BK ഹരിനാരായണൻ്റെ നൂറ്റടപ്പൻ എന്ന ആദ്യ കവിതാ സമാഹാരം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിലെ കവിതകൾ നാം വായിക്കാൻ തുടങ്ങും മുമ്പ് തന്നെ ഹരിനാരായണൻ സിനിമകൾക്ക് വേണ്ടി എഴുതിയ ഗാനങ്ങൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നേക്കും. 2 തവണ മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ഒരാളുടെ കവിതാപുസ്തകമാണല്ലോ നമ്മുടെ കൈകളിലിരിക്കുന്നത് എന്ന ഒരു ഭാരക്കൂടുതൽ ചിലപ്പോൾ തോന്നിയേക്കും. തീവണ്ടി എന്ന സിനിമയിലെ ജീവാംശമായി എന്ന് തുടങ്ങുന്ന ഗാനവും, ജോസഫ് എന്ന സിനിമയിലെ കണ്ണെത്താ ദൂരം എന്ന് തുടങ്ങുന്ന ഗാനവരികളും, കാടകലം എന്ന ചിത്രത്തിലെ കണ്ണീര് കടഞ്ഞു എന്ന വരികളോടെ ആരംഭിക്കുന്ന ഗാനവുമെല്ലാം BK ഹരിനാരായണൻ്റെ കവിതാ പുസ്തകമായ നൂറ്റടപ്പൻ എന്ന പുസ്തകം കയ്യിലെടുക്കുമ്പോൾ മനസ്സിലേക്ക് വരികയും ചെയ്തേക്കും. ഒലഞ്ഞാലിക്കുരുവി, മിനുങ്ങും മിന്നാമിനുങ്ങെ, ഉയിരിനാഥനെ, വാദിക്കൽ വെള്ളരിപ്രാവ് തുടങ്ങിയ വരികളോടെയുള്ള ഗാനങ്ങളൊന്നും BK ഹരിനാരായണൻ എന്ന വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് നാം വിചാരപ്പെടുകയും ചെയ്യും. എന്നിട്ട് സന്തോഷത്തോടെയുള്ള ഒരു നെടുവീർപ്പോടെ നാം BK ഹരിനാരായണൻ്റെ ആദ്യ കവിതാ സമാഹാരമായ നൂറ്റടപ്പൻ കയ്യിലെടുക്കും. അപ്പോൾ BK ഹരിനാരായണനെ തത്സമയം മുന്നിൽ കിട്ടിയാൽ എന്താണ് ചോദിക്കുക? തീർച്ചയായും കവിതയെയും ഗാനരചനയെയും താങ്കൾ എങ്ങനെയായിരിക്കും വേർതിരിച്ച് കാണുന്നത് എന്നായിരിക്കും ഒരു പക്ഷേ പ്രാഥമികമായിട്ട് ചോദിക്കാൻ തോന്നുക. ഇതാ തത്സമയം നൂറ്റടപ്പൻ എന്ന കവിതാ സമാഹാരവും അതിൻ്റെ രചയിതാവായ BK ഹരിനാരായണനുമാണ് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം ഹരിനാരായണൻ. ഇന്ന് ഇങ്ങനെ ഈ പുസ്തകം കയ്യിലെടുത്തുകൊണ്ട് ഞാനായി തന്നെ നിൽക്കുകയല്ല, പ്രേക്ഷകരായി നിൽക്കുന്നു. ഈ പുസ്തകം ഇതുവരെയും വായിച്ചിട്ടില്ലാത്ത പ്രേക്ഷകരുടെ ഭാഗത്ത് നിൽക്കുന്നു. ഈ പുസ്തകം വായിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ എന്നുള്ള കാര്യം ഞാൻ മറന്നുകൊണ്ടാണ് അവർക്കൊപ്പം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യത്തെ കൗതുകകരമായ ചോദ്യം, അത് ഒരു അസാധാരണ ചോദ്യമല്ലെങ്കിൽ പോലും, ഹരിനാരായണൻ എന്ന യുവ കവിയെ സംബന്ധിച്ച്, യുവ എഴുത്തുകാരനെ സംബന്ധിച്ച്, ഗാനരചയിതാവ് എന്നുള്ള നിലയ്ക്ക് സാമാന്യ ജനത്തിനിടയിൽ കൂടുതൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കവിത എന്ന ന്യൂനപക്ഷത്തിൻ്റെ ആസ്വാദക മാധ്യമത്തെയും ഗാനരചനയെയും ഏത് രീതിയിലാണ് ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുമ്പോൾ താങ്കൾക്ക് അവ തമ്മിലുള്ളൊരു വേർതിരിവ് അനുഭവിക്കാൻ തോന്നിയിട്ടുള്ളത്? ഇത് ആദ്യം തന്നെ പുസ്തക പൂമുഖത്ത് നൂറ്റടപ്പൻ എടുക്കുന്നതിൽ വലിയ സന്തോഷം. അത് എല്ലാ പ്രേക്ഷകരോടും വലിയ സന്തോഷം. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുമ്പോൾ ഞാനിതിനെ നമ്മളിപ്പോ കവിതയിൽ പാട്ട് വരാം, പാട്ടിൽ കവിതയും ഉണ്ടായെന്ന് വരാം. അതിനൊക്കെ അപ്പുറത്ത് പാട്ടും കവിതയും രണ്ടും രണ്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപക്ഷെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സഞ്ചരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് തോന്നാറ്. പാട്ടിലിപ്പോ നമുക്ക് അപൂർവമായിട്ട് കവിത വരാം. ഇപ്പൊ എല്ലാ സ്ഥലത്തും നടക്കുന്ന ഒരു ചർച്ചയാണ് കവിതയിൽ പാട്ടിൽ കവിത വേണോ വേണ്ടയോ, കവിത ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ എല്ലാ കാലത്തും സാഹിത്യോത്സവങ്ങളാണ്. സാഹിത്യോത്സവങ്ങളിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഉള്ള ഒരു ചർച്ച. എനിക്ക് അടുത്ത് തന്നെ മലയാളം സർവകലാശാലയിൽ ഇവിടെ തിരൂരറ്റ് അവര് വിഷയം കൊടുത്തത് തന്നെ പാട്ടിൽ നിന്ന് കവിത ചോർന്നു പോയത് എന്തുകൊണ്ട് എന്നൊക്കെയായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും രണ്ടാണെന്നാണ് തോന്നിയിട്ടുള്ളത്. പാട്ടിൽ കവിത ഇല്ലാതെയും നമുക്ക് സംഭവിക്കാം. പക്ഷെ കവിത എന്ന് പറയുന്നത് അത് വേറൊരു വഴി തന്നെയാണ്, പാട്ട് വേറൊരു വഴിയാണ് എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. കവിത വേറെ ഒരു വഴിയാണ് എന്ന് കൃത്യമായിട്ടും ബോധ്യപ്പെടുത്തുന്നതാണ് നൂറ്റടപ്പൻ എന്ന കവിതാ സമാഹാരത്തിലെ ആദ്യത്തെ കവിതയായിട്ടുള്ള നൂറ്റടപ്പൻ തന്നെ വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കവിതാ പുസ്തകത്തിൻ്റെ മുഖചിത്രത്തിലേക്ക് നമ്മൾ ഒന്ന് ശ്രദ്ധ വയ്ക്കുകയാണെങ്കിൽ അറിയാൻ കഴിയും, നൂറ്റടപ്പൻ എന്ന് പറയുന്നത് പഴയ കാലത്ത്, ഒരു പക്ഷേ ഇപ്പോൾ വളരെ അപൂർവമായിട്ട് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിലായി എന്നേ പറയാമുള്ളൂ, ചുണ്ണാമ്പ് വെറ്റില മുറുക്കുന്നവരുടെ കയ്യിലുള്ള ചുണ്ണാമ്പ് സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സുന്ദരമായിട്ടുള്ള ഒരു കുഞ്ഞു പാത്രമാണ്. ആ കുഞ്ഞു പാത്രം തുറക്കുമ്പോൾ അത് ഇരുവശത്തേക്കും തുറന്നിരിക്കുന്ന ആ ഭാഗം കാണുമ്പോൾ മലയാള ഭാഷയിലെ ന എന്ന അക്ഷരം അത് നമ്മുടെ മുന്നിലേക്ക് തുറന്നിരിക്കുന്നത് പോലെ തോന്നും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ മുഖചിത്രം അത് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മുഖചിത്രം തന്നെ ഒരു കവിതയായിട്ട് മാറുന്നു. നൂറ്റടപ്പൻ എന്ന കവിത
അത് ഏത് രീതിയിലാണ് താങ്കളുടെ മനസ്സിലേക്ക് വന്നത്? പിന്നീട് അതൊരു കവിതാരൂപത്തിലേക്ക് വളർന്ന് വികസിച്ച ഘട്ടം ഓർക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എൻ്റെ അമ്മയുടെ ബ്രദറ്, അദ്ദേഹം ഒരുപാട് നമ്മൾ എഴുതുന്നതൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അതേസമയം അദ്ദേഹം ജീപ്പ് ഡ്രൈവർ ആയിരുന്നു. ഈ ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോന്റെയൊക്കെ കവിതകളൊക്കെ ഒരുപക്ഷെ ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹം ചൊല്ലിക്കേട്ടുകൊണ്ടാണ്. അപ്പൊ ആ അമ്മാമനുമായി ബന്ധപ്പെട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഓർമ്മ വെച്ച് അദ്ദേഹമായിട്ട് അടുത്തിടപഴകുന്ന സമയത്ത് മുഴുവൻ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ അടുപ്പായിരുന്നു. എനിക്ക് എന്ത് തമാശയും പറയാവുന്ന ഒരു അടുപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സമയത്ത് അദ്ദേഹം താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് അന്ന് ചെറുപ്പത്തിൽ വളരെ പേടി ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ പേടി മാറാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സമയത്ത് ഈ താടിയൊക്കെ എടുത്തിട്ട് മീശ മാത്രം വെച്ച് വന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പേടി മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നിരുന്ന ഒരു ഇതുണ്ടായിരുന്നു, മറ്റേ നൂറ്റടപ്പൻ, ഇപ്പൊ പറഞ്ഞ നൂറ്റടപ്പൻ, അങ്ങനെ ഒരു തന്നിരുന്നു. അത് എവിടെയോ കളഞ്ഞുപോയി ഒരു ഘട്ടത്തിൽ എൻ്റെ കയ്യിൽ നിന്ന്. അദ്ദേഹം മരിച്ചിട്ട് നമ്മളിങ്ങനെ ഈ ചെതയുടെ അവിടെ ഇരിക്കുന്ന ആ സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ഈ പുള്ളി പൊതുപ്രവർത്തകന് ഒരുപാട് വേണ്ടപ്പെട്ട ആളുമായതുകൊണ്ട് ഒരുപാട് റീത്തുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ഈ റീത്തുകൾ ഇങ്ങനെ അട്ടിയായിട്ട് വച്ചിരിക്കുന്ന ഒരു വിഷ്വല് കണ്ടപ്പോ എൻ്റെ ഓർമ്മയിൽ ഈ നൂറ്റടപ്പൻ വന്നു. അപ്പോഴൊന്നും ഞാൻ ഈ കവിത എഴുതിയിട്ടില്ല. ഈ ഒരു വിഷ്വല് കണ്ടപ്പോ അന്ന് നൂറ്റടപ്പൻ ഓർമ്മിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയിൽ പിന്നീട് എപ്പോഴും എഴുതിയതാണ് നൂറ്റടപ്പൻ എന്ന കവിത. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ആ കവിത ഈ നിമിഷം പ്രേക്ഷകർക്കായിട്ട് വായിക്കാവുന്ന ഒരവസ്ഥയാണോ? ഞാൻ വായിക്കാം. തന്നോടുള്ള പേടി മാറ്റാൻ അമ്മാമൻ കുട്ടിക്കാലത്ത് തന്നതാണ് ആ നൂറ്റടപ്പൻ. തന്നോടുള്ള പേടി മാറ്റാൻ അമ്മാമൻ കുട്ടിക്കാലത്ത് തന്നതാണ് ആ നൂറ്റടപ്പൻ. വെള്ളി കൊണ്ടുള്ളത്, അടപ്പും കുഞ്ഞു കൊളുത്തുമുള്ളത്, ചന്തത്തിൽ ഉരുണ്ടിരിക്കുന്നത്. അമ്മാമൻ മരിച്ച് നടുമുറി കത്തി വീഴാൻ കാത്തിരിക്കുമ്പോൾ ചിതക്കരികിൽ കൂട്ടിവച്ച റീത്തുകൾ കണ്ടപ്പോൾ നൂറ്റടപ്പൻ ഓർമ്മ കുടഞ്ഞ് പുറത്തു വന്നു. പേടി മാറിയതിനാലും എൻ്റെ ദുശീലങ്ങളിൽ മുറുക്കില്ലാത്തതിനാലും നൂറ്റടപ്പനെ പിന്നെ കണ്ടിട്ടില്ല. എവിടെ പോയാവോ, തിരിച്ചു വരുമായിരിക്കും. ഞാനും മരിച്ച് രണ്ടാളും വീണ്ടും ജനിച്ച് എനിക്ക് അമ്മാമനോട് പേടി തോന്നുമ്പോൾ. ഞാനും മരിച്ച് രണ്ടാളും വീണ്ടും ജനിച്ച് എനിക്ക് അമ്മാമനോട് പേടി തോന്നുമ്പോൾ. കെ ഹരിനാരായണന്റെ ഈ നൂറ്റടപ്പൻ എന്ന കവിതയിൽ മാത്രമല്ല, മൊത്തത്തിൽ ഈ കവിതാ പുസ്തകത്തിൽ പലയിടങ്ങളിലും മൃത്യു ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരുന്നു. അത് മരണത്തോടുള്ള വലിയ പേടി എന്ന നിലയ്ക്കല്ല, മറിച്ച് മരണത്തിൻ്റെ തൊട്ടരികിൽ ഇരുന്നു കൊണ്ട്, ചിതയുടെ വെളിച്ചത്തിൽ പോലും ഇരുന്നു കൊണ്ട് ജീവിതത്തിൻ്റെ മുൻ സന്ദർഭങ്ങളെയും ഭാവി സന്ദർഭങ്ങളെയും ഓർക്കുകയോ ഒരു മിന്നായം പോലെ അത് കവിതയായിട്ട് മാറുകയോ ചെയ്യുന്ന നിരവധി സന്ദർഭങ്ങൾ നൂറ്റടപ്പൻ എന്ന കവിതാ പുസ്തകത്തിൽ ഉണ്ട്. അപ്പോൾ ഈ കവിതയിൽ പേടി മാറിയതുകൊണ്ടും ചുണ്ണാമ്പ് തേച്ച് വെറ്റില മുറുക്കുക എന്ന ദുശീലം ഇല്ലാത്തതുകൊണ്ടും ആ സമ്മാനത്തോടുള്ള കൗതുകം മാറുകയും അത് മറവിയിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എങ്കിലും പേടിയുടെ ഏത് കാലത്തും രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്നവരിലേക്ക് ഒരു നൂറ്റടപ്പൻ്റെ അടുപ്പത്തിനും ചേർത്ത് നിർത്തലിനും സാധ്യതയുണ്ട് എന്ന് ഈ കവിത പറയാതെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ അമ്മാവൻ്റെ ചിത കത്തിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ അരികിൽ കവിയായിട്ടുള്ള കുട്ടിയോ കവിയായിട്ടുള്ള യൗവനയുക്തനായിട്ടുള്ള വ്യക്തിയോ ഇരിക്കുന്നു. അമ്മാവൻ്റെ ചിതയുടെ നടുമുറി കത്തി വീഴുമ്പോൾ രണ്ട് റീത്തുകൾ അടുത്തടുത്തിരുന്ന്, താഴ്ഭാഗം റീത്തുകളുടെയും കത്തിത്തീരുമ്പോൾ റീത്ത് അടുത്തടുത്ത് വെച്ചിരിക്കുന്ന വട്ടത്തിൽ ആകൃതിയുള്ള രണ്ട് റീത്തുകളുടെ താഴ്ഭാഗം കത്തിത്തീരുമ്പോൾ അതും ഒരു ന എന്ന ആകൃതിയായിട്ട് മാറുന്നു. നൂറ്റടപ്പൻ്റെ ഓർമ്മ അത് സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് ഈ കവിതയുടെ ഒരു പ്രധാനപ്പെട്ട പ്രമേയം. ഈ അടുത്ത കവിതയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിലും ഇതേപോലെ തന്നെ മരണത്തിൻ്റെ വക്കിലും ചിതയിലേക്കുള്ള പുഴുവരിച്ച ഒരുക്കത്തിലുമെല്ലാം അതിൻ്റെ എല്ലാം ഇടയിലും പ്രണയത്തിനോടുള്ള കൊതി തീരാത്ത ജീവിതരതി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ ഒരു മൃത്യുവിൽ നിന്ന് ജീവിതരീതിയിലേക്കുള്ള ദർശനം, അത് കെ ഹരിനാരായണൻ്റെ ഉള്ളിലെ വ്യക്തിത്വത്തിൽ തന്നെയുള്ള എന്തിനേയും നിർമ്മമതയോടുകൂടി കാണുന്നൊരു പ്രകൃതം കൊണ്ടാണോ?
അത് ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് ബോധപൂർവം, അല്ലെങ്കിൽ നമ്മൾ കവിത വായിക്കുന്ന സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് ഈ മൃത്യു കടന്നു വരുന്നുണ്ട് എന്നുള്ള ഒരു ഈ മരണം കവിതയിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഘട്ടത്തിലൊക്കെ അതിങ്ങനെ അത് മാറ്റാൻ ശ്രമിക്കുകയുണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ കവിത എന്ന് പറയുന്നത് ഒരു പരിധിവരെ ബോധപൂർവമുള്ള ഒരു പ്രക്രിയ അല്ലല്ലോ. ഞാനിത് പറയാൻ കാരണം, ബോധപൂർവമായിട്ടുള്ള എഴുത്തിന്റെ പ്രക്രിയ ഞാൻ ചെയ്യുന്നുണ്ട് പാട്ടെഴുത്തിൽ. അതിൽ എത്രയൊക്കെ പറഞ്ഞാലും ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് വേണ്ടി വരും. നമുക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു ഈണം തരുന്നു, അല്ലെങ്കിൽ നിശ്ചിതമായിട്ടുള്ള ഒരു സന്ദർഭം തരുന്നു, നിശ്ചിതമായിട്ടുള്ള വിഷ്വല് തരുന്നു. അതിന്നൊക്കെ വിട്ട് ഇത് എഴുതുമ്പോൾ ഈ അബോധത്തിൽ അപ്പോഴും ഈ മരണം എന്ന് പറഞ്ഞൊരു സാധനം എങ്ങനെയൊക്കെയോ എനിക്ക് കയറി വരാറുണ്ട്. ഒരുപക്ഷെ ഞാൻ ആദ്യം ഈ മരണത്തിനോട് എനിക്ക് വല്ലാത്ത പേടിയും, മരിച്ച ഒരു സ്ഥലത്തേക്ക് പലർക്കും ഉള്ളതാണ്, പോവാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ വളരെ ബന്ധപ്പെട്ട, ഇതിനു മുമ്പ് തന്നെ വളരെ അടുപ്പമുള്ള ഒരു മരണം ത്രൂ ഔട്ട് അതിൽ അവിടെ നിൽക്കേണ്ടി വന്നത് കൊണ്ട് വന്നൊരു നിർമ്മമതയാണോ എന്ന് എനിക്കറിയില്ല. ഇത് കയറി വരുന്നുണ്ട്. അത് അപ്പം പിന്നെ തോന്നും ചിലപ്പോ ഈ മരണത്തിന്റെ തൊട്ട് മുമ്പുള്ള നിമിഷത്തിൽ, അല്ലെങ്കിൽ മരണം സംഭവിക്കുന്ന നിമിഷത്തിലാണ് നമുക്ക് തോന്നുന്നു ഈ മരണത്തിലൂടെയാണ് പ്രണയത്തിനെയും ജീവിതത്തിനെയും ഒക്കെ കുറെ കൂടി നോക്കിക്കാണാൻ തെളിച്ചം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് പറ്റില്ലെങ്കിലും കുറച്ചുകൂടി തെളിച്ചുണ്ടാവും എന്ന് തോന്നുന്നുണ്ട് ഇതിനൊക്കെ. ഈ ഒരു മരണപത്രം എന്ന കവിതയിൽ അത് പല ഖണ്ഡങ്ങളായിട്ടുള്ള ശ്ലോകത്തിൻ്റെ ഒരു പരമ്പരാഗത രീതിയിലുള്ള കവിതാ രീതിയുടെ ഘടനയായിട്ടാണ് വരുന്നത്. അതിൽ തന്നെ മരണം കാത്തു കിടക്കുന്നു, സ്വന്തം ശരീരത്തിൽ നിന്ന് ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കൾ പുറത്തേക്ക് പോകുന്നു, ബന്ധുക്കൾക്കും സഹയാത്രികർക്കും അറപ്പ് തോന്നുന്നൊരവസ്ഥയെല്ലാം ഉണ്ടാകുമ്പോൾ പോലും ഒരു പൂർവ്വ പ്രണയത്തിൻ്റെ സ്മരണ ആ കിടക്കുന്ന ആളെ ജീവിതരീതിയിലേക്ക് സന്നദ്ധനാക്കുന്നതാണല്ലോ. ഈ കവിത പൂർണ്ണരൂപത്തിൽ വായിച്ചില്ലെങ്കിലും മരണപത്രം എന്ന കവിതയിലെ ഈ നിമിഷം വായനക്കാർക്ക് വേണ്ടി ഒന്ന് ഹരിനാരായണന്റെ തന്നെ ശബ്ദത്തിൽ അത് ഏതെങ്കിലും ഭാഗം വായിക്കാവുന്നൊരു സാധ്യതയുണ്ടോ ഈ നിമിഷം? വായിക്കാം. അതിനു മുമ്പ് എന്താണെന്ന് വെച്ചാൽ, ഇതും ഈ പറയുന്ന പോലെ എൻ്റെ ഒരു ബന്ധു കോവിഡ് കാലത്ത് മരിച്ച്, ഈ പറയുന്ന പോലെ തന്നെ, അപ്പോൾ കോവിഡ് കാലത്ത് മരിക്കുമ്പോൾ നമുക്കറിയാം വളരെ അടുത്ത ബന്ധുക്കൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഞാൻ സ്വാഭാവികമായിട്ട്, മരിച്ചത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അദ്ദേഹം ഒരുപാട് കാലം വയ്യാതെ കിടന്ന് ആണ് പോയത്. അപ്പൊ ഈ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ വരുന്നു. ഈ ശവസംസ്കാരം നടക്കുന്ന സമയത്ത് വേറെ ആരുമില്ല. ഞാനും എൻ്റെ ഒരു കസിൻ ബ്രദറും, ഈ സംസ്കാരം നടത്തിയ ആളുകൾ അവര് വീട്ടിലേക്ക് പോയി. ഞാനും ഇത് നടത്തിയ മറ്റേ ഈ കസിനും പിന്നെ ഈ ശവം ദഹിപ്പിക്കാൻ വേണ്ടി വന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവരും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പൊ അവിടെ ഒരു ഇമോഷണൽ തലമൊക്കെ മാറിയിട്ട് ഇതെപ്പോ കത്തിത്തീരും എന്നുള്ളതാണ് ആ ആൾക്കാരുടെയും ചിന്ത, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരുടെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മള് ഇത് വെയിറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുക. ഇത് കഴിഞ്ഞ് ഇവരെ പിരിച്ചുവിടണം. അടുത്ത ബന്ധുവായോണ്ട് ആ ബന്ധപ്പെട്ടവർക്ക് പറ്റില്ല. അപ്പൊ ഇത് പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ ഇങ്ങനെ കത്തുന്ന മരം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു ശബ്ദമാണ്, കത്തി ഇങ്ങനെ തീ പടരുന്ന ആ സമയത്ത് ശരിക്കും ഉണ്ടായത് തന്നെയാണ്. അന്ന് രാത്രി എഴുതിയത് തന്നെയാണ് ഇതും. സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിലെ ഇത് വായിക്കാം ഞാൻ. കത്തിത്തീരും ചിതയ്ക്കും കടലിലൊരുലയായി ചെങ്കനൽ ചോപ്പു ചിന്തി കത്തിത്തീരും രവിക്കും കനവിഴ ചിതറി തോർന്നു തീരും മഴയ്ക്കും കത്തിത്തീരാതെയുണ്ടാം ഒരു ചെറുമണിയോളം വരും പ്രേമം ഉള്ളിൻ കത്രിപ്പൂട്ടിനകത്തായി മൃതിയുടെ കരമെത്താത്തിടത്തായി കരുത്തായി. ഈ ഒരു കവിതാ സമാഹാരത്തിൻ്റെ ആമുഖമായിട്ട് ഹരിനാരായണൻ എഴുതിയിട്ടുള്ള വരികളുടെ തുടക്കം എന്ന് പറയുന്നത്, ഇതൊരു വസ്തുവിനും കൊള്ളൂലടാ എന്ന് ഒരു കൂട്ടുകാരിൽ ചിലർ പല കവിതകളും എഴുതിയ സമയത്ത്, ആദ്യകാല കവിതകളൊക്കെ എഴുതിയ സമയത്ത് അവരുടെ അഭിപ്രായം പറഞ്ഞത് അതാണ് ഏറ്റവും വലിയ ജീവിതത്തിലെ നിരൂപണമായിട്ട് താങ്കൾ കരുതുന്നത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എത്രത്തോളം കരുതൽ ഉണ്ട് കവിത എഴുതപ്പെട്ട് കഴിഞ്ഞൊരു കവിത പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുന്നതിന് മുൻപ് വരെയുള്ള നിമിഷങ്ങൾ? പ്രത്യേകിച്ചും ഇതിലെ പല കവിതകളും മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ വന്നതിന് ശേഷമാണ് നൂറ്റടപ്പൻ എന്ന പേരിൽ പുസ്തകമായിട്ട് മാറിയിട്ടുള്ളത് എന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കൊരു ഇപ്പൊ ഈ പറഞ്ഞ ചോദ്യം തന്നെയാണ്. അപ്പൊ അത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും പറയുന്നുണ്ട്. ഇപ്പൊ പുതിയ ഒരു കവിത, എൻ്റെ ഇപ്പൊ അവസാനം ഒരു കവിത ഈ അടുത്ത് മാതൃഭൂമിയിൽ ഒരു കവിത വന്ന് അത് വായിച്ചിട്ടും അവർ ഇതേ അഭിപ്രായം പറയുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു തമാശ. അപ്പോ
അങ്ങനെ പറയുമ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് കവിത എഴുതാൻ തുടങ്ങുന്ന സമയത്ത് അവരെ തന്നെയാണ് ഒരു കവിത നമ്മുടെ ഉള്ളിൽ വന്ന് അത് എഴുതാൻ തുടങ്ങുമ്പോൾ ഞാൻ എപ്പോഴും അവരെ ആലോചിക്കാറുണ്ട്. അപ്പൊ അവിടെ നമ്മളൊരു സബ് കോൺഷ്യസ് മൈൻഡിലാണെങ്കിലും ഒരു കോൺഷ്യസ് മൈൻഡിൽ ഇതെങ്കിലും അവരെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്കണം എന്നൊരു തോന്നലും ഉണ്ടാവാറുണ്ട്. അത് എഴുതി കഴിയുമ്പോൾ എനിക്ക് എന്തോ ഇത് പോരാ എന്നുള്ളൊരു തോന്നലുണ്ടാവാറുണ്ട്. അങ്ങനെ മറ്റ് സുഹൃത്തുക്കളോടൊക്കെ വായിച്ചു കേൾപ്പിച്ച് അവരുടെ നിർബന്ധത്തിലാണ് ഞാനൊരു കവിത അയക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് വളരെ അപൂർവമായിട്ടാണ് എഴുതിയത് അയക്കല് ഉണ്ടാവുന്നത്. ഇപ്പൊ ഈ സമാഹാരത്തിലും അങ്ങനെ എഴുതി വെച്ച കുറെ ഉണ്ടായിരുന്നു, പ്രസിദ്ധീകരിച്ചതും അല്ലാത്തതും ഒക്കെ ആയിട്ട്. അതിൽ നിന്ന് വളരെ അത് പി രാമനാണ് ആദ്യത്തെ ഒരു സെലക്ഷൻ. അദ്ദേഹമാണ് എന്നെ സഹായിച്ചത് അവതാരക എഴുതി തന്നിട്ട്. എന്നിട്ട് അതിൽ നിന്ന് വീണ്ടും ചുരുക്കുകയുണ്ടായി. അതൊരു നല്ല ശീലമെന്നോ അതുകൊണ്ട് കവിതയ്ക്ക് ക്വാളിറ്റി ഉണ്ടാവും എന്നോ ഞാൻ വിചാരിക്കുന്നില്ല. അതെന്റെ ഈ തുടക്കത്തിലുള്ള ഈ പ്രശ്നം കൊണ്ടുള്ള ഒരു തോന്നൽ മാത്രമാണ്. അതൊരു എത്രമാത്രം എൻ്റെ ഒരു ജാഗ്രതയായിട്ട് എടുക്കാൻ പറ്റും എന്നും പറയാൻ അറിയുന്നില്ല. ഇങ്ങനൊരു തോന്നൽ എനിക്കുണ്ട്. പി രാമനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മലയാളത്തിലെ ഏറ്റവും തലപ്പൊക്കമുള്ള ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന കവികളിൽ ഒരാളായിട്ടുള്ള പി രാമനാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് എന്ന് മാത്രമല്ല, ഈ പുസ്തകത്തിലെ ഒരു കവിത പി രാമന് സമർപ്പിക്കപ്പെട്ടതും ഒരുപക്ഷെ പി രാമൻ കഥാപാത്രമായിട്ട് വരുന്നതും പി രാമൻ്റെ വീട്ടിൽ കള്ളൻ കയറുന്നതും കള്ളൻ കയറിയിട്ട് അവിടെ നിന്ന് ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന് വേണമെന്ന് പറയുന്നതും കവി എഴുതി പൂർത്തിയാക്കാൻ വെച്ചിരുന്ന ഒരു കവിതയുടെ പ്രധാനപ്പെട്ട ഭാഗം എടുത്തു കൊടുക്കുകയും അത് മടിയിൽ വെച്ചുകൊണ്ട് കള്ളൻ പോവുകയും കള്ളൻ്റെ മടിയിലിരുന്ന് അത് വളർന്നു വലുതായിട്ട് ആ ഗുണ്ടയെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന രീതിയിൽ ആ കവിത പോകുന്നതിൻ്റെ ഒരു തമാശ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കവിതാപരമായിട്ടുള്ളൊരു ഗൗരവം അത് നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ അക്കിക്കാവിൽ ജനിച്ച് കുട്ടിക്കാലം ഒരുപക്ഷെ കവിതാമയമായ സാധ്യതകളുള്ള ബന്ധുക്കൾ, പണ്ഡിതന്മാർ, മാഷന്മാർ എന്നിവരുടെ ഒപ്പമൊക്കെ ജീവിച്ച് പോന്ന ഒരു വ്യക്തിത്വമാണ് BK ഹരിനാരായണൻ്റേത്. ഒരുപക്ഷെ ഗാനരചനയിലേക്ക് തിരിയുന്നതിന് മുമ്പേ തന്നെ കവിതകൾ എഴുതി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ബസ് കണ്ടക്ടറായിട്ടുള്ള ഒരു കാലവും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പുസ്തകത്തിലെ ചില കവിതകളെല്ലാം ഒരു തരത്തിലുള്ള ഒരു വിഭ്രാമകമായിട്ടുള്ള ലാൻഡ്സ്കേപ്പുകൾ, പ്രകൃതി ദൃശ്യങ്ങളെ വ്യക്തി ജീവിതത്തിലെ അനുഭവതലത്തിലേക്ക് കൊണ്ടുവരുന്ന കവിതകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും ആകാശം ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീക്ക് താഴെയുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സുന്ദരമായ പട്ടുസാരി പോലെ തോന്നുന്ന മഴവിലിനെ കണ്ടിട്ട് അത് കട്ടെടുക്കാൻ തോന്നുകയും എന്നിട്ട് ആകാശം അത് കൊണ്ടുപോയിട്ട് ധരിക്കുകയും എന്നാൽ അത് മോഷ്ടിക്കപ്പെട്ട തൊണ്ടി മുതലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അധിക നേരം കാണിക്കാതിരിക്കുകയും ചെയ്യുന്നതിന്, അത് മഴവില്ല് അല്പനേരം വന്ന് അപ്രത്യക്ഷമാകുന്നതിനെ ഒരു മഴവില്ല് ഭൂമിയിൽ നിന്ന് ആകാശം കട്ടെടുത്ത ഒരു തൊണ്ടി മുതലാണെന്നും അത് പിടിക്കപ്പെടാതിരിക്കാൻ കുറച്ചു നേരം കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ മാറ്റി വയ്ക്കുകയാണ് എന്നൊക്കെയുള്ള വിചിത്ര ഭാവനകളിലേക്ക്, അത് ഒരു മിന്നായം പോലെയാണോ അത്തരം ഭാവനകൾ താങ്കളുടെ മനസ്സിലേക്ക് വരുന്നത്? തീർച്ചയായിട്ടും. അത് തൊണ്ടി മുതലും ദൃക്സാക്ഷി എന്ന് പറയുന്ന കവിത നമ്മൾ ഒരിക്കൽ അതിന്റെ ചിന്തയുടെ തുടക്കമാണ് കേട്ടോ പറയുന്നത്. ഈ കവിതകളിലൊക്കെ അല്ലെങ്കിൽ ഈ പാട്ടുകളിലൊക്കെ നമ്മൾ കേട്ട് വരുന്ന പാട്ടുകളിലൊക്കെ നമ്മള് ഭൂമിയേക്കാൾ വലുതെന്തോ ആകാശത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ആകാശത്ത് പോലെ ഉള്ളത് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു രീതി ഉണ്ടല്ലോ, ഈ ഉപമയുടെയൊക്കെ ആകാശത്തുള്ളത് പോലെ ഇവിടെ ഉണ്ടോ, അതെങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാധനം. അപ്പോ അതിന്റെ ഒരു ഓപ്പോസിറ്റ് പോലെയാണ് ഈ ഭാസ്കരൻ മാഷ്ട ഒരു കവിത ഉണ്ടല്ലോ, മറ്റേ ഒരു പാട്ട്, താരമേ താരമേ നിന്നുടെ നാട്ടിലും തങ്കക്കിനാവുകൾ ഉണ്ടോ. ഇന്ന് പാട്ട് എപ്പോഴോ ഒരിക്കൽ കേട്ട ഒരു സമയത്ത് അതിന്റെ ഒരു അത് ഒരിക്കൽ ഒരു സംസാരത്തിൽ മാള അരവിന്ദേട്ടന് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് എന്ന് പറഞ്ഞിട്ട് ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഗാനനിരൂപകൻ ഈ വിഷയം സംസാരിച്ചു കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഈ ഭൂമിയിൽ നിന്ന് എന്തൊക്കെ ആകാശത്തിന് കൊണ്ടുപോകാൻ പറ്റുണ്ടാവും എന്ന് പറഞ്ഞൊരു ചിന്തയിലും അതുപോലെ തന്നെ ഒരു നിറങ്ങളുടെ ഒരു ഇതും വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് എഴുതിപ്പോയതാണ്. അത് അതിന്റെ തുടക്കം ഇതായിരുന്നു, ഈ ചിന്തയുടെ ഈ ഒരു പാട്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിപ്പോ ചിന്തിക്കുമ്പോൾ അതുമായിട്ട് ബന്ധമൊന്നും ഇല്ലെങ്കിലും അതിൽ നിന്നാണ് ആ കവിത ഉണ്ടായത്. അതിലൊരു ലാൻഡ്സ്കേപ്പിംഗ് സാധ്യതയുണ്ട്. ലാൻഡ്സ്കേപ്പിംഗ് മാത്രമല്ല മൈൻഡ് സ്കേപ്പിംഗ് എന്നുകൂടി അതിനെ നമുക്ക് തിരുത്താനും കഴിയും. തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ആ കവിതയിലെ ആദ്യത്തെ 8 വരികൾ ഒന്ന് വായിക്കാൻ കഴിയുമോ? വായിക്കാം. പേജ് നമ്പർ 22.
ഭൂമി കണ്ണൊന്നടച്ച നിമിഷം വാനം വന്നെന്തോ കട്ടെടുത്തത്രേ. നാടറിയാത്ത മോഷണം പിന്നെ മാരിവില്ലെന്ന് വാഴ്ത്തപ്പെട്ടത്രേ. രാക്കുരാമാനം ചായങ്ങളേഴും കാർന്നു കൊണ്ടോയി തുന്നിയതത്രേ. തുണ്ടി കണ്ടുപിരിക്കാതിരിക്കാൻ ഒന്നണിഞ്ഞുടൻ മാറ്റുന്നു മാനം. ഈ കവിതാ സമാഹാരത്തിലെ ഏറ്റവും അവസാനം നൽകിയിരിക്കുന്നത് താങ്കൾ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട കവിതയാണ് വേഷം എന്ന കവിത. ആ വേഷം എന്ന കവിതയിൽ ഒരു കഥകളി ഈ അഭിനേതാവിൻ്റെ ആദ്യകാല വേഷങ്ങൾ, പിന്നീട് അദ്ദേഹത്തിന് കഥകളിയിൽ തഴക്കവും വഴക്കവും വരുമ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട പച്ച, കത്തി, കരി വേഷങ്ങൾ എന്നിവയിലൂടെ കടന്നു പോകുന്നു. അതേപോലെ ഓരോ മനുഷ്യൻ്റെ ജീവിതവും മിനുക്കിലൂടെയും പച്ചയിലൂടെയും കത്തിയിലൂടെയും കരിയിലൂടെയും താടിയിലൂടെയും പോയി പിന്നീട് പരമമായ ജീവിതാനുഭവങ്ങൾ ഒരു വ്യക്തിയെ കുഞ്ഞാക്കി മാറ്റുന്നു എന്ന് പറയുന്ന രീതിയിൽ ആ കവിത വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കവിത അവസാനം നൽകിയിരിക്കുന്നു. ഇതേപോലെ തന്നെ ഒരു കഥകളിക്കാരൻ്റെ വേഷത്തിന് സമാനമായി ആജീവനാന്തം നാം നമ്മുടെ ജീവിതത്തിൽ ചിരിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു, കരയുന്നു, വലിയ സങ്കടങ്ങളുടെ മുഖഭാവവുമായിട്ട് നമ്മുടെ നിരാശാഭരിതമായ വികാരങ്ങളിലേക്കൊക്കെ പോകുന്ന പലതരം ഭാവപ്രകടനങ്ങളിലൂടെ പോകുന്നതാണ് ഓരോ മനുഷ്യൻ്റെയും ശരീരവും ഉടലും മുഖവും ചുണ്ടും എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇക്കാലം സ്മൈലികളുടെ കാലഘട്ടത്തിൽ, ഇമോജികളുടെ കാലഘട്ടത്തിൽ നമ്മൾക്ക് വികാര പ്രകടനങ്ങളുടെ ആവശ്യമേ വേണ്ടി വരുന്നില്ല. ചുണ്ട് ചിരിക്കാനോ ദുഃഖം വരുമ്പോൾ താഴാനോ ഉള്ള ഒരു അവയവം അല്ലാതെ അത് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒന്നായിട്ട് മാറുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ഇമോജികൾ നിർണ്ണയിക്കുകയും ചെയ്യുമെന്ന് പറയുന്ന ഒരു കവിത താങ്കളുടേതുണ്ട്. ഇമോജി റാവു എന്ന് അതിനെ മൊത്തത്തിൽ താങ്കൾ കളിയാക്കി വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇമോജി റാവു വീട്ടിലേക്ക് വന്നിട്ട് പലതരം സ്മൈലികളുണ്ട്, ഏത് വേണമെന്ന് വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് തോന്നുന്നു. ആ കവിതയെക്കുറിച്ച് ഒന്നും പറയാതെ തന്നെ അതിലെ കുറച്ച് വരികൾ വായിച്ചാൽ പ്രേക്ഷകരിലേക്ക് ആ കവിത എത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. വായിക്കാം. ഇമോജിറാവുവെന്നൊരാൾ വിയർത്തൊലിച്ച് വിൽപ്പന ചരക്കുമായി വന്നു കേറി വീട്ടിലേക്കൊരുച്ചയിൽ. ഇമോജിമട്ട് മഞ്ഞയിൽ കുളിച്ചുരുണ്ട്, കണ്ണുകൾ ചുകന്ന പൊട്ട്, വായയോ തുറന്നെടുത്ത മാതിരി. അറിഞ്ഞിടാത്ത ഭാഷയില്ല അയാൾക്ക്, മൂക്കടഞ്ഞ പോൽ ഡിജിറ്റലാണ് ശബ്ദവും, പഠിച്ചു വച്ച വാക്കുകൾ. പുറത്തു തൂക്കിയിട്ടതാം പെരുത്തുവീർത്ത സഞ്ചിയിൽ വികാരമാണു വിൽപ്പനയ്ക്ക്, സ്മൈലി പോൽ പലേതരം. വെറും ചിരി, കടും ചിരി, തമാശ, വാശി, പുച്ഛവും, നിരാശ, രാഗം, ഈർഷ്യയും, കരച്ചിലും പിണക്കവും. അരക്കിലോ കണക്കിലായി തരം തിരിച്ചെടുത്തിടാം, ഒരൊറ്റ വർഷം എത്തിടും വരയ്ക്ക് കേടുവന്നിടാം. ഈ കവിതയിൽ നിന്ന് നമ്മൾ നേരെ വിപരീത സ്ഥായിലുള്ള ചില കവിതകളിലേക്ക് പോകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പലപ്പോഴും പുരുഷാധിപത്യ പ്രവണതയുള്ള ഒരു സമൂഹത്തിൽ, പ്രത്യേകിച്ചും പുരുഷന്മാർ മാത്രമുള്ള വേദികളിലും വേളകളിലും മദ്യപാന സഹസടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പലപ്പോഴും സംസാര വിഷയമാകുന്ന ഒന്നാണ് നമ്മുടെ കിഡ്നി അടിച്ചു പോവുക, അല്ലെങ്കിൽ ലിവർ സിറോസിസ് വരിക, മദ്യപിച്ചിട്ട് ലിവർ സിറോസിസ് വരിക എന്നതൊക്കെയുള്ള പൊതുവെ മദ്യപാന സദസ്സുകളിലെ സംഭാഷണ വിഷയങ്ങളായിട്ട് വരികയാണ്. അപ്പോൾ ഈ കിഡ്നി അല്ലെങ്കിൽ വൃക്കയെക്കുറിച്ച് പറയുമ്പോൾ, വൃക്ക ചെയ്യുന്ന ദൗത്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, അതേക്കുറിച്ചുള്ള ആരോഗ്യ വിചാരങ്ങളിലൊക്കെ മുഴുകുമ്പോഴെല്ലാം നമ്മൾ അതിനെ ഒരു ബയോളജിക്കൽ അവയവം മാത്രമായിട്ടാണ് കാണുന്നത്. പക്ഷേ BK ഹരിനാരായണൻ അതിനെ വൃക്ക എന്ന് പറയുന്നത് ഒരു പുരുഷാവയവമല്ല, അല്ലെങ്കിൽ അതൊരു സ്ത്രീത്വമുള്ള ഒരു അവയവമാണ്, അതൊരു പെൺ പദമാണ് എന്ന് ഒരു കവിതയിൽ പറയുന്നുണ്ട്. ആ കവിതയിലേക്ക് മനസ്സും വിചാരവുമൊക്കെ എത്തിപ്പെട്ടത് എങ്ങനെയായിരുന്നു? അപ്പം ആ കവിത വായിക്കാമോ? അതെനിക്ക് തോന്നുന്നു ഈ പൂർണ്ണമായിട്ടും ഒരു അപ്സൈഡാണ് ആ ചിന്ത. ഈ പലപ്പോഴും അത് തോന്നല് ഈ പ്രണയത്തിലെ ഏറ്റവും, ചിന്ത ശരിയാണോ എന്നറിയില്ല, ഒരുപക്ഷെ നമ്മുടെ ചില പ്രണയാനുഭവങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അത് പ്രണയത്തിലെ ഏറ്റവും ഈ സാക്രിഫൈസ് ചെയ്യുന്നത് ഒരർത്ഥത്തിൽ സ്ത്രീ ആണെന്നുള്ളൊരു തോന്നല് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്.
അല്ലെങ്കിൽ അങ്ങനെ ഒരു അതാണ് അങ്ങനെയാണ്. കാരണം ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് പലപ്പോഴും അതിനു വേണ്ടി നിൽക്കുന്നതും ഒക്കെ പല ഘട്ടത്തിലും അത് നമ്മുടെ പല സുഹൃത്തുക്കളുടെയും ഇതിലൊക്കെ വ്യക്തിപരം എന്നതിലുപരി അങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ അത്തരം പിണക്കങ്ങൾ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെ മുഴുവൻ അരിച്ചരിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അതില് സ്ത്രീക്ക് ഉണ്ട്. അപ്പൊ ഞാൻ വളരെ ഈ വളരെ ഡയറക്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു അകന്ന ബന്ധുവിന്റെ യാദൃശ്യമായിട്ട് ഈ ഒരു ആശുപത്രിയിൽ പോകുമ്പോൾ ഈ നമ്മൾ ഈ കിഡ്നി മാറ്റി വെക്കുന്ന അയാൾക്ക് അവിടെ വൃക്ക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അയാളെ ഭാര്യ തന്നെയാണ് കൊടുത്തതും എന്ന് തോന്നുന്നു. ഭാര്യയാണ് കൊടുത്തത് അത്. അതെ. അപ്പൊ അവിടെ പരിചരിക്കാനായിട്ട് ആ സ്ത്രീ നിൽക്കുകയും അങ്ങനെ ഒരു ആശുപത്രി പരിസരത്ത് നിന്നുള്ള ഒരു തോട്ടാണ് അതിന്റെ സ്പാർക്ക്. പിന്നെ പറഞ്ഞ പോലെ നമ്മൾ ചില സ്പാർക്കുകൾ പിന്നീടാണല്ലോ എഴുതുന്നത്. അങ്ങനെ എഴുതിപ്പോയതാണ് ആ കവിത. വായിക്കാം. വൃക്ക ഒരു പെൺപദമാണ്. പ്രണയരക്തത്തിലെ അപദ്രവ്യങ്ങളെ, ധാതു ലവണങ്ങളെ മണലരിപ്പ കൊണ്ടരിച്ച് നീ എന്നെ തെളിച്ചു നിർത്തി. ചുരുട്ടിപ്പിടിച്ച കൈവട്ടത്തിൽ കൊളുത്തിപ്പടർന്ന് ഞാൻ അറിയാതെന്റെ ഇടുപ്പിൽ എന്നെ പണിതു. എണ്ണിത്തീരാത്ത കിനാവിന്റെ നാളികളായ ചുരുളിൽ എന്നെ ഒളിപ്പിച്ചു കാത്തു. തിളയ്ക്കുന്ന അമ്ലതയെ, വെറുപ്പിന്റെ ഗാഠതയെ നോട്ടങ്ങളുടെ സൂചിമുന കൊണ്ട് ഒതുക്കി നിർത്തി. നീ നിശ്ചലയായ രാത്രിയിലാണ് അസന്തുലനത്തെ, ആകുലതയെ ഇരുട്ടുകൊണ്ടു മാത്രം തീർത്ത ഇടങ്ങളെ ഞാൻ അറിഞ്ഞത്. നിന്റെ ശൂന്യതയെ ഹൃദയം സ്ഥിരീകരിക്കുമ്പോൾ, ബാഹ്യ വിശ്ലേഷണങ്ങൾ പരിമിതപ്പെടുമ്പോൾ, ആശുപത്രി ജനലിന്റെ അപ്പുറത്തെ കരിഞ്ചുമരിൽ കാഴ്ചയും കാലവും പൊട്ടി നിൽക്കുന്നു. അവിടെ എനിക്ക് മുന്നേ പോയവൻ ശേഷിച്ച പ്രാണൻ കൊണ്ട് ഇങ്ങനെ കൈയെത്തിച്ചെഴുതിയിട്ടുണ്ട്. വൃക്ക ഒരു പെൺപദമാണ്. വൃക്ക ഒരു പെൺപദമാണ് എന്നതടക്കം ഇപ്പോൾ BK ഹരിനാരായണൻ സംസാരിച്ചതും വായിച്ചതും ആയിട്ടുള്ള കവിതകളിലേക്ക് താൻ എത്തിപ്പെട്ട വഴികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകളും എല്ലാം ചേരുമ്പോൾ ഈ നിമിഷം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ കവിതാ പുസ്തകമായ നൂറ്റടപ്പൻ വാങ്ങേണ്ടതുണ്ട് എന്നുള്ള ഒരു വിചാരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് മലയാള കവിതയുടെ സമകാലിക ചരിത്രത്തിലെ ഏറ്റവും ധന്യമായ സന്ദർഭങ്ങളിൽ ഒന്നായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. BK ഹരിനാരായണൻ്റെ 96 താളുകളുള്ള നൂറ്റടപ്പൻ എന്ന ഈ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാതൃഭൂമി ബുക്സാണ്. 160 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. നൂറ്റടപ്പൻ എന്ന കവിതാ സമാഹാരവും മലയാള കവിതാ ലോകത്ത് വായിക്കപ്പെടാനും അതിൽ നിന്ന് വായനയുടേതായ അനുഭൂതികൾ ഉണ്ടാവാനും പ്രേക്ഷകർക്ക്, വായനക്കാർക്ക് പ്രത്യേകിച്ചും കഴിയട്ടെ. ഈ നിമിഷം ഇതേക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ നമ്മുടെ മുന്നിൽ വന്ന് ഇത്രയും നേരം ഇരുന്ന ശ്രീ BK ഹരിനാരായണന് നന്ദി പറയട്ടെ.